ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്കായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ക്യാരറ്റ് ഇല്ലാത്ത ഒരു ക്യാരറ്റ് സ്നാക്കാണിത്. കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് ഇത്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫില്ലിംഗ് ആയിട്ട് എടുത്തിട്ടുള്ളത് ബീഫാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ചിക്കൻ എടുക്കാം, അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ഇതിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് ബീഫേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 സവാള അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും അല്പം മല്ലിയിലയും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇവിടെ വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കി മസാലകളൊക്കെ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ അതിൽ ചേർത്ത് കൊടുത്തത് കാരണം ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ പത്തിരിക്കും അതുപോലെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പെർമിറ്റഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ റെഡ് ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ആവശ്യമാണെങ്കിൽ വേറെ കളർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് വേണ്ടത് കുഴച്ചെടുക്കാൻ. ചെറിയ ചൂടുള്ള വെള്ളം അല്പം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോവരുത്, ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ക്യാരറ്റിൻ്റെ ശരിക്കൊരു കളറ് കിട്ടുക ഈ ഒരു കളറാണ് കേട്ടോ, ഓറഞ്ച് റെഡ് ഫുഡ് കളറ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇപ്പം മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടുക. എന്നിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. കുറച്ച് കനം കുറച്ചിട്ട് തന്നെ പരത്താൻ നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നീളത്തിൽ ഇതുപോലെ ക്യാരറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ മുഴുവൻ മാവ് ഞാനിവിടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണിയുള്ളൂ. അപ്പോൾ ബാക്കി കുറച്ച് ഫില്ലിങ്ങും കൂടെ ഉണ്ട്. അത് നമുക്കിനി സമൂസയിലേക്കൊക്കെ എടുക്കാം. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ, എന്നാലേ ഇത് എല്ലാ ഭാഗത്തും ഒരുപോലെ കളറായിട്ട് വരുള്ളൂ. ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് റെഡിയായി വന്നതിന് ശേഷം പിന്നെ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് കോരിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നങ്ങ് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു ക്യാരറ്റിൻ്റെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പപ്പട സ്റ്റിക്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് ഒന്നങ്ങ് കുത്തി കൊടുക്കുകയാണ്. കുത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഹോളായി കിട്ടും. എന്നിട്ട് ആ ഒരു ഹോളിലേക്ക് നമുക്ക് ഈ ഒരു മല്ലിയിലയുടെ തണ്ടങ്ങ് കയറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കണ്ടാൽ നമുക്ക് ശരിക്ക് ക്യാരറ്റ് പോലെ തന്നെ തോന്നും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇല്ലാത്ത ക്യാരറ്റ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതായി കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതിലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്